മീററ്റിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഭാര്യ ധാമിനിയും കാമുകൻ തുഷാറും ചേർന്ന് ഭർത്താവ് അതുൽ കുമാർ പൻവാറിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനെന്ന് പോലീസ്. ഉറക്ക ഗുളിക നൽകി മയക്കി വെള്ളിക്കിട്ടൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചായിരുന്നു കൊലപാതകം. ഏറ്റവും മാരകമായ വിഷമുള്ള പാമ്പിനെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞ ശേഷമാണ് പാമ്പുപിടുത്തക്കാരുടെ സഹായത്തോടെ ഇവർ കുറ്റകൃത്യം നടപ്പിലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ധാമിനിയെ ശനിയാഴ്ച ജയിലിലേക്ക് അയച്ചു. ഉത്തർപ്രദേശിലെ മീററ്റിലെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഭാര്യ ദാമിനിയെയും കാമുകൻ തുഷാറിനെയും ചോദ്യം ചെയ്തതോടെ പുറത്തുവരുന്നത്. സ്വാഭാവിക പാമ്പുകടിയേറ്റുള്ള മരണമെന്ന് വരുത്തി തീർത്ത് 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനും ഒപ്പം ജീവിക്കാൻ തടസ്സമായി നിന്ന ഭർത്താവിനെ ഒഴിവാക്കാനും വേണ്ടിയാണ് ഭാര്യയും കാമുകനും ചേർന്ന് ഈ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തത്. കൊല്ലപ്പെട്ട അതുൽ കുമാർ പൻവാർ ഹസ്താനിപൂരിൽ ഒരു പ്ലേ സ്കൂൾ നടത്തി വരികയായിരുന്നു. അതുലിന്റെ ഭാര്യ ദാമിനി ഇവരുടെ സ്കൂളിലെ ബസ് ഡ്രൈവറും ദാമിനിയുടെ കാമുകനുമായ തുഷാർ കുമാർ, പാമ്പുപിടുത്തക്കാരായ സോനു, ഉദയ് കുമാർ എന്നിവരാണ് കേസിലെ പ്രതികൾ. പാമ്പിനെ എത്തിച്ചു നൽകിയതിന് സോനു, ഉദയ് കുമാർ എന്നിവർക്ക് 5 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിരുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ദാമിനിയും അതുലും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. എന്നാൽ സ്കൂൾ തുടങ്ങിയതിനു ശേഷം ഡ്രൈവറായ തുഷാറുമായി ദാമിനി പ്രണയത്തിലായി. തുടർന്ന് ഇരുവരും ചേർന്ന് അതുലിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിടുകയായിരുന്നു. രാത്രി ദാമിനി ഭർത്താവ് അതുലിന് കുടിക്കാൻ നൽകിയ പാലിൽ ഉറക്ക ഗുളികകൾ കലർത്തി നൽകി. പാൽ കുടിച്ച അതുൽ ബോധരഹിതനായി. അതുൽ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ദാമിനി കാമുകൻ തുഷാറിനെ വിവരം അറിയിച്ചു. തുഷാർ പാമ്പ് പിടുത്തക്കാരായ സോനു, ഉദയ് എന്നിവർക്കൊപ്പം അതിമാരക വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പുമായി അതുലിന്റെ വാടക വീട്ടിലെത്തി. പ്രതികൾ ഉറങ്ങിക്കിടന്ന അതുലിന്റെ പുതപ്പിനുള്ളിലേക്ക് പാമ്പിനെ തുറന്നുവിട്ടു. പാമ്പ് അതുലിന്റെ കൈയിലും കാലിലും കടിച്ചതോടെ വിഷം ഉള്ളിൽ ചെന്ന് അതുൽ മരണപ്പെട്ടു. തുടർന്ന് ദാമിനി 6 വയസ്സുകാരനായ മകനെയും കൂട്ടി മറ്റൊരു മുറിയിലേക്ക് മാറിക്കിടന്നു. രാവിലെ ചായ കൊടുക്കാൻ മുറിയിൽ ചെന്നപ്പോൾ അതുൽ അബോധാവസ്ഥയിലാണെന്നും കട്ടിലിൽ പാമ്പുണ്ടെന്നും ദാമിനി നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു. നാട്ടുകാർ ഓടിക്കൂടി കട്ടിലിലുണ്ടായിരുന്ന പാമ്പിനെ തല്ലിക്കൊല്ലുകയും അതുലിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.